നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കി SFI. സംസ്ഥാനത്തുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രതിഷേധ മാർച്ചുകളിൽ സംഘർഷം. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതിയായ മകൻ അറസ്റ്റിൽ. തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ചു ബലമായി പുറത്തേക്ക് വലിച്ചിറക്കി. ജീവനക്കാർക്ക് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. പാലക്കാട് കഞ്ചിക്കോട് സർക്കാർ സ്കൂളിൽ കായികാധ്യാപകൻ വിദ്യാർത്ഥികളെ മർദ്ദിച്ചുവെന്ന സംഭവം. നടപടിക്കൊരുങ്ങി ബാലാവകാശ കമ്മീഷൻ. മൂന്നാറിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. റേഷൻ കട തകർത്ത് അരി ഭക്ഷണമാക്കി. മേഖലയിലെ കാത്തിരിപ്പ് കേന്ദ്രവും തകർത്തു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് SFI ലോക് ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിയിലും തൃശൂരിലും ആലപ്പുഴയിലും മാർച്ചിൽ സംഘർഷമുണ്ടായി. തൃശൂരിൽ BSNL ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് BSNL ഓഫീസ് പരിസരത്ത് വെച്ച് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ മറികടന്ന ഏതാനും പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി. SFI ജില്ലാ സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകി. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മടവാക്കര പുലിയെടുത്ത് പറമ്പിൽ വീട്ടിൽ കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. കൃഷ്ണന്റെ ഇളയ മകൻ രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന കൃഷ്ണനെ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങാലൂരിലുള്ള മൂത്ത മകൻ മുരളീധരൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. മടവാക്കരയിലുള്ള വീട്ടിലെത്തിയ മുരളീധരൻ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പുതുക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്ന് നടത്തിയ പരിശോധനയിലാണ് കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് തലയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും ഇതൊരു കൊലപാതകമാണെന്നും വ്യക്തമായത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിന് പിന്നിലെ കാരണം. സംഭവ ദിവസം രാവിലെ പത്രവിതരണത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി രാധാകൃഷ്ണൻ വീടിന്റെ മുകൾ നിലയിലൂടെ അകത്തു കടന്ന് കൃഷ്ണനെ കൊലപ്പെടുത്തുകയായിരുന്നു. പുതുക്കാട് പോലീസ് SHO CM മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ ബസ്സിൽ കയറിയ +1 വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ച് ബലമായി പുറത്തേക്ക് വലിച്ചിറക്കി. രോഷാകുലരായ നാട്ടുകാർ സ്വകാര്യ ബസ് സംസ്ഥാന പാതയിൽ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. സ്വകാര്യ ബസ്സിൽ കയറിയ +1 വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ച് ബലമായി പുറത്തേക്ക് വലിച്ചിറക്കി. രോഷാകുലരായ നാട്ടുകാർ സ്വകാര്യ ബസ് സംസ്ഥാന പാതയിൽ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. രാമവർമ്മപുരം VHSE സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും പരുത്തിപ്ര സ്വദേശിനിയുമായ നിദ ഫാത്തിമയ്ക്കാണ് സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്ന് ദുരനുഭവമുണ്ടായത്. ക്ലാസ് ആരംഭിച്ച ആദ്യ ദിനത്തിൽ തന്നെയായിരുന്നു സംഭവം. സംഭവത്തെക്കുറിച്ച് നിദ ഫാത്തിമ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. രാമവർമ്മപുരത്ത് നിന്നും ക്ലാസ് കഴിഞ്ഞ് പരുത്തിപ്രയിലേക്ക് പോകാനായി ചിറയത്ത് എന്ന സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനി പരുത്തിപ്രയിലേക്കുള്ള കൺസെഷൻ ചാർജ് നൽകിയിരുന്നു. എന്നാൽ ബസ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയോട് ഇവിടെ ഇറങ്ങാൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടു. കനത്ത മഴ പെയ്യുന്ന സമയമായിരുന്നതിനാൽ ഓട്ടുപാറയിൽ ഇറങ്ങാൻ വിദ്യാർത്ഥിനി തയ്യാറായില്ല. പ്രകോപിതനായ കണ്ടക്ടർ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് ബലമായി പുറത്തേക്ക് വലിച്ചിറക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. വിവരമറിഞ്ഞതോടെ പരുത്തിപ്രയിലെ നാട്ടുകാർ പ്രതിഷേധവുമായി പിന്നീട് ഇതുവഴിയെത്തിയ ബസ് സംസ്ഥാന പാതയിൽ തടഞ്ഞിട്ടു. ജീവനക്കാർക്ക് താക്കീത് നൽകി പ്രതിഷേധവും രേഖപ്പെടുത്തി. വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിൽ കണ്ടക്ടർക്കും ബസ് ജീവനക്കാർക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ
വിദ്യാർത്ഥികളെ കായിക അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന സംഭവത്തിൽ നടപടിക്കൊരുങ്ങി ബാലാവകാശ കമ്മീഷൻ. തെളിവെടുപ്പിനായി കമ്മീഷൻ അംഗങ്ങൾ സ്കൂളിൽ സന്ദർശനം നടത്തി. പാലക്കാട് കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളെ കായികാധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന സംഭവത്തിൽ നടപടിക്കൊരുങ്ങി ബാലാവകാശ കമ്മീഷൻ. തെളിവെടുപ്പിനായി സ്കൂളിൽ സന്ദർശനം നടത്തി. PT പീരീഡിൽ കളിക്കാൻ പോയതിന്റെ പേരിൽ അധ്യാപകൻ മർദ്ദിച്ചെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തിയത്. 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കായികാധ്യാപകൻ സാദിഖിനെതിരെ പരാതി നൽകിയത്. മോശമായി സംസാരിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവം വാർത്തയായതിനു പുറകെയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സ്കൂളിലെത്തിയത്. അംഗങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് തെളിവെടുത്തു. അഡ്വക്കേറ്റ് B. മോഹൻകുമാർ, ഡോക്ടർ F. വിൽസൺ, KK ഷാജു എന്നിവരടങ്ങിയ സംഘമാണ് സ്കൂൾ സന്ദർശിച്ചത്. സംഭവത്തിൽ വാളയാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. PT പീരീഡിൽ ഫുട്ബോൾ കളിക്കാൻ പോയി എന്നാണ് അധ്യാപകൻ ആരോപിക്കുന്ന കുറ്റം. 26 വിദ്യാർത്ഥികളെയാണ് ചൂരൽ കൊണ്ട് അധ്യാപകൻ അതിക്രൂരമായി മർദ്ദിച്ചത്. ചില കുട്ടികളുടെ വിരൽ തുമ്പിലാണ് അടികൊണ്ടത്. അസഹ്യമായ വേദനയുണ്ടായെന്നും വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സ്കൂളിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവം നമ്മുടെ കേരളമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം കൂടെയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ സ്കൂളിലെ 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു അധ്യാപകൻ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. വടികൊണ്ട് അടിക്കപ്പെട്ടുവെന്നും കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തി എന്നുള്ളതാണ് ഞങ്ങൾ കുട്ടികളിൽ നിന്നും മനസ്സിലാക്കപ്പെട്ടത്. ആ കുട്ടികൾക്ക് യഥേഷ്ടം പഠിക്കുവാനുള്ളൊരു സാഹചര്യം അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. റേഷൻ കട തകർത്ത് അരി ഭക്ഷണമാക്കിയ കാട്ടാന പ്രദേശത്തെ കാത്തിരിപ്പ് കേന്ദ്രവും തകർത്തു. മൂന്നാറിൽ വീണ്ടും കാട്ടാന പടയപ്പ ഇറങ്ങി വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. റേഷൻ കട തകർത്ത് അരി ഭക്ഷണമാക്കിയ കാട്ടാന പ്രദേശത്തെ കാത്തിരിപ്പ് കേന്ദ്രവും തകർത്തു. കടയ്ക്കുള്ളിലെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷണമാക്കിയ കാട്ടാന വൻ നാശനഷ്ടം സൃഷ്ടിച്ചാണ് മടങ്ങിയത്. ഏകദേശം 1.5 ലക്ഷം രൂപയോളം വരുന്ന നഷ്ടം സംഭവിച്ചതായാണ് വിവരങ്ങൾ. ഒരാഴ്ചത്തോളമായി മേഖലയിൽ തുടരുകയാണ് പടയപ്പയെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷിസ്ഥലങ്ങളിലെത്തി കാർഷിക വിളകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നതും പതിവാണെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. മേഖലയിൽ നിന്നും ആനശല്യം അകറ്റാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോലഴി കാരാമ ബസ് സ്റ്റോപ്പിന് സമീപം പിക്കപ്പ് വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കോലഴി കാരാമ ബസ് സ്റ്റോപ്പിന് സമീപം പിക്കപ്പ് വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സമാന ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പിക്കപ്പ് വാനിന് പുറകിൽ ഇടിച്ചുകയറിയ പോട്ടോർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് അല്പനേരം സംസ്ഥാന പാതയിൽ നേരിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.